ഇറാൻ നടത്തുന്ന തീവ്ര സ്വഭാവമുള്ള തിരിച്ചടികൾ കാരണം ഒപ്പം അതിവേഗം തീരുന്ന ആയുധ ശേഖരം സംബന്ധിച്ച ആശങ്കയും ഒക്കെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തലിന് അല്ലെങ്കിൽ ആക്രമണം ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് പ്രേരണയായത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ നേതൃത്വത്തിനിടയിലുള്ള ഭിന്ന അഭിപ്രായങ്ങൾ പ്രധാനമാണ്. പ്രത്യേകിച്ചും JD വാൻസ് വൈസ് പ്രസിഡന്റ്, ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ എന്നിവരൊക്കെ അമേരിക്കയുടെ ആയുധ ശേഖരവുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ പങ്കുവച്ചു എന്ന വാർത്ത അത് നേരത്തെ മണി തന്നെ പങ്കുവച്ച ഒന്നാണ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ വെള്ളിയാഴ്ചത്തെ മിനിഞ്ഞാന്ന് ചേർന്ന യോഗത്തിലെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് യുദ്ധം അതിശക്തമായി തുടരണമെന്നായിരുന്നു. പക്ഷേ ഈ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക പ്രകടിപ്പിക്കുന്നു. വർദ്ധിച്ചു വരുന്ന യുദ്ധച്ചെലവുകളിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. അതിന് ഡെമോക്രാറ്റുകളുടെയും റിപ്പബ്ലിക്കൻസിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന വലിയ എതിർപ്പ് ട്രംപിനെ മാറ്റി ചിന്തിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് നശിപ്പിക്കപ്പെട്ട ആയുധങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു. നിരവധി വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, നിരവധി തരത്തിലുള്ള വെടിക്കോപ്പുകൾ, അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ, യുദ്ധച്ചെലവുകൾ, മരിക്കുന്ന സൈനികരുടെ എണ്ണവുമൊക്കെ അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. CNN ആണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത്. 2 ആഴ്ചയോളം നീണ്ട തുടർച്ചയായ ബോംബാക്രമണങ്ങൾ നിർത്താനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞ തോതിലുള്ള ആയുധങ്ങളുടെ കുറവാണ് എന്ന വിവരങ്ങൾ, വെടിക്കോപ്പുകളുടെ കുറവാണ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അമേരിക്ക സൃഷ്ടിക്കും എന്ന് ജനറൽ കെയ്ൻ അടക്കമുള്ളവർ ട്രംപിനോട് പ്രത്യേകം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഒപ്പം ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്, ഇനിയും ഇത്തരം ആക്രമണങ്ങൾ തുടരുത്, ഞങ്ങൾക്കും പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ. മനു, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ട്രംപ് നേരത്തെ പറഞ്ഞ പോലെ ഈ വെടിനിർത്തൽ അടക്കം ഈ വിഷയത്തിൽ ഉണ്ടായത് പടക്കോപ്പുകളുടെ കുറവ് കൊണ്ടല്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിൽ പോലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു വിജയമാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവർക്ക് ദശലക്ഷക്കണക്കിന് കോടി രൂപയുടെ ചെലവുകൾ വരുന്നു. അതുമാത്രമല്ല, ആയുധങ്ങളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ വരുന്നു, വലിയ നാശം വരുന്നു. അതുമാത്രമല്ല, അവരുടെ പലതരത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന പശ്ചാത്തലം, ഇറാന്റെ ആക്രമണം തീവ്രമാണ്, അത് ട്രംപിനെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട് എന്ന വാദം സത്യമാകാനല്ലേ സാധ്യത? രഞ്ജിത്ത്, ഇവിടെ ഈ സംയുക്ത സൈന്യത്തിൻ്റെ തലവൻ ആയിട്ടുള്ള ഡാൻ കെയ്നും അതുപോലെ വൈസ് പ്രസിഡന്റ് JD വാൻസുമൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അവിടെ വൈറ്റ് ഹൗസിൽ യോഗത്തിനെത്തിയത്. അവിടെയാണ് ഇങ്ങനെ ഒരു ചർച്ച വന്നത്. അമേരിക്കയുടെ മ്യൂണിഷ്യൻസിൻ്റെ ഡിപ്ലീഷൻ, അതായത് ഈ ആയുധങ്ങൾ അല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെ കുറവ് സംഭവിക്കുന്നു. അത് ഒരു ഗൗരവതരമായൊരു വിഷയമാണ്. അത് ഭാവിയിൽ അമേരിക്കയെ ബാധിക്കുന്ന ഒരു സാഹചര്യം വരും എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ വന്നു. ഇതിനെ സംബന്ധിച്ച് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആ യോഗത്തിൽ പങ്കെടുത്ത ചില ഉദ്യോഗസ്ഥർ CNN-നോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിനെ തുടർന്നാണ് 2 ആഴ്ചയോളം നീണ്ടുനിന്ന ഈ ഇറാൻ ബോംബിംഗ്, അതിന് ഒരു ഇടക്കാല നിർത്തിവെക്കൽ ഉണ്ടായത്, അല്ലെങ്കിൽ അത് ഒരു ഹോൾട്ട് ഉണ്ടായത് എന്ന് ഒക്കെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ സ്വാഭാവികമായും പശ്ചിമേഷ്യയിലേക്ക് കൂടുതൽ സമാധാനം വരും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ അവിടെ അങ്ങനെ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പക്ഷേ ഈ ട്രംപിനെ നമുക്കറിയാം, പല ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു സ്റ്റേബിളായിട്ടുള്ള നിലപാടുകളല്ല. ഒരു ഘട്ടത്തിൽ ഒന്ന് പറയുന്നു, പിന്നെ അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം മാറി മറ്റൊരു നിലപാടിലേക്ക് പോകുന്നു. ചിലപ്പോൾ വലിയ സമാധാനത്തിൻ്റെ വക്താവാകുന്നു, നോബൽ പ്രൈസ് ഫോർ പീസ് തനിക്ക് ലഭിക്കണമെന്ന് പറയുന്നു. ചില സമയത്ത് താൻ അടിച്ച് നിരപ്പാക്കും, ഇനി ഭാവിയിൽ ആർക്കും അവിടെ ഇറാനിൽ നിലനിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അത്ര ഒരു സാഹചര്യം സൃഷ്ടിക്കും എന്നൊക്കെയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം പല ഘട്ടങ്ങളിൽ നടത്തുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു വോളട്ടൈൽ ഫ്ലക്ച്വേറ്റിംഗ് ആയ ഒരു വേൾഡ് ലീഡറാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് ഏത് നിലപാട് സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്ക എല്ലാ കോണുകളിലുമുണ്ട്. വെള്ളിയാഴ്ച ഏതായാലും 2 ആഴ്ച നീണ്ടു നിന്ന ആ ഒരു ആക്രമണം അവസാനിപ്പിക്കാൻ ട്രംപ് നിർദ്ദേശം നൽകിയെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ ഇനി ബെന്യാമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം എന്ത് തീരുമാനിക്കും എന്നറിയില്ല. സ്വാഭാവികമായും ട്രംപ് ഇവിടെ 2 തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, റഷ്യ ആക്രമിക്കുന്ന ഉക്രൈനെ
ട്രംപ് പിന്തുണയ്ക്കുന്നു, മറുവശത്ത് ഈ ഇറാനെ ആക്രമിക്കുന്ന ഇസ്രയേലിനെ വേണ്ടി ട്രംപ് നിലകൊള്ളുന്നു. അങ്ങനെ രണ്ട് തരം നിലപാടുകൾ ട്രംപ് ഒരേ സമയം തന്നെ സ്വീകരിക്കുന്നതിൻ്റെ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് നിലപാടെടുക്കും എന്നത് വളരെ നിർണായകമാണ്. അദ്ദേഹത്തിൻ്റെ സംയുക്ത സൈനിക മേധാവിയുടെ വാക്കുകൾ കേൾക്കും. അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ഡാൻ കെയ്ൻ എന്നത് ചീഫ് ഓഫ് ജോയിൻറ്റ് സ്റ്റാഫാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൈന്യത്തിൻ്റെ അങ്ങേയറ്റത്തെ വിശദാംശങ്ങൾ കൈവശമുള്ള ആളാണ്. അപ്പോൾ ഇതൊരു വെറും വാക്കാൻ ആകാൻ സാധ്യതയില്ല. അമേരിക്ക തുടർച്ചയായ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അവിടുത്തെ ഡെമോക്രാറ്റുകൾ അവിടെ ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കൻ കോൺഗ്രസ് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്തിരുന്നു. റിപ്പബ്ലിക്കൻസിനിടയിൽ തന്നെയും ചില ആശയക്കുഴപ്പങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇത് യുക്രൈനെ തുടർന്ന് സഹായിക്കുക എന്നതാണ് ഒരു നിലപാട്. അതിൽ കൂടുതൽ കരുത്തുണ്ടാകും. നാറ്റോനോടൊക്കെ ആ നിലപാട് തന്നെ സ്വീകരിക്കാൻ അമേരിക്ക പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഇറാനിൽ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും പ്രധാനപ്പെട്ട വിവരങ്ങൾ അമേരിക്കയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.